ഇന്നത്തെ വീഡിയോ YPT ആപ്പിനെ പറ്റിയിട്ടാണ്. എന്തിനാണ് ഈ ആപ്പ് യൂസ് ചെയ്യുന്നത്, എങ്ങനെ യൂസ് ചെയ്യാം, ഇത് യൂസ് ചെയ്തതിനെ കൊണ്ടുള്ള ബെനിഫിറ്റ് എന്തൊക്കെയാണ്. ഈ ഒരു ആപ്ലിക്കേഷനെ പറ്റിയിട്ട് ഞാൻ എങ്ങനെ അറിഞ്ഞെന്ന് ചോദിച്ചാൽ, ഒരു UPSC ആസ്പിരൻറ്റിൻ്റെ ഇൻ്റർവ്യൂ കാണുന്ന സമയത്ത് അവർ വീട്ടിൽ നിന്ന് ഓൺലൈൻ കോച്ചിങ് എടുത്തിട്ടാണ് പഠിച്ചുകൊണ്ടിരുന്നത്. ആ സമയത്ത് അവർ പറഞ്ഞത് ഈ YPT ആപ്പ് അവർക്ക് പ്രൊഡക്റ്റീവ് ആയിരിക്കാൻ വേണ്ടിയിട്ട് ലൈവായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എന്നാണ്. അപ്പോൾ എനിക്ക് എന്താണെന്നറിയില്ല YPT ആപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ആ സമയത്ത് വേഗം പ്ലേ സ്റ്റോർ എടുത്തിട്ട് YPT ടൈപ്പ് ചെയ്ത് നോക്കി. അപ്പോൾ ഒരു ആപ്പ് കണ്ടു. അപ്പോൾ ഇതെങ്ങനെ യൂസ് ചെയ്യണമെന്ന് എനിക്കറിയില്ല. അപ്പോൾ മലയാളത്തിലെ യൂട്യൂബിൽ നോക്കിയ സമയത്ത് വീഡിയോസ് കുറവായിരുന്നു, 1-2 ഹിന്ദി വീഡിയോസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനത് കണ്ട് അപ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടി. അങ്ങനെയാണ് ഞാൻ ഈ ആപ്പിനെ പറ്റി മനസ്സിലാക്കുന്നതും ഇൻസ്റ്റാൾ ചെയ്യുന്നതും. ഇനി ഈ ഒരു ആപ്പ് എന്താണെന്നുള്ളത് ബേസിക്കായിട്ട് പറയുകയാണെങ്കിൽ ജസ്റ്റ് ഒരു ടൈമർ പോലെയാണ്. നമ്മൾ അത് ഇൻസ്റ്റാൾ ചെയ്യണം, എന്നിട്ട് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം, എന്നിട്ട് ഗ്രൂപ്പിൽ നമ്മൾ ആഡ് ആവണം. ഒരു ഗ്രൂപ്പ് ലിങ്ക് ഞാൻ ഓൾറെഡി കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എൻ്റെ ഗ്രൂപ്പിൽ ചേരണമെങ്കിൽ അങ്ങനെ ചേരാം. അല്ലെങ്കിൽ ഗ്രൂപ്പിൻ്റെ പേര് ജസ്റ്റ് ഏതെങ്കിലും PSCന്നോ അല്ലെങ്കിൽ UPSCന്നോ ഏതെങ്കിലും സെർച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അവിടെ ഒരുപാട് ഗ്രൂപ്പ് വരും. അപ്പോൾ നിങ്ങൾ കയറുക, അതിൽ ജോയിൻ ആവുക. എന്നിട്ട് പഠിക്കുന്ന സമയത്ത് ഇതിൻ്റെ ടൈമർ ഓണാക്കി ഇടുക. അപ്പോൾ ആ ഗ്രൂപ്പിലുള്ളവർ പഠിക്കുന്നത്, അവരുടെ ടൈം റൺ ചെയ്യുന്നത് നിങ്ങൾക്ക് ലൈവായിട്ട് കാണാൻ പറ്റും. ഇപ്പോൾ ഒറ്റയ്ക്ക് വീട്ടിലിരുന്ന് പഠിക്കുന്നവരൊക്കെ ആണെങ്കിൽ നമുക്ക് ബോറടിയാണ്, നമ്മുടെ കൂടെ ആരും പഠിക്കാനില്ല എന്നുള്ള ഒരു ഫീലിംഗ് ആയിരിക്കും. പക്ഷേ അതേസമയം നമ്മുടെ മുന്നിലിരുന്നിട്ട് മീൻസ് ആൾക്കാരെ കാണാൻ പറ്റില്ല, ജസ്റ്റ് ഐക്കണായിരിക്കും അവരുടെ ടൈമർ റൺ ചെയ്യുന്നത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ അത് കാണുമ്പോൾ നമുക്കൊരു ഇൻസ്പിറേഷൻ ആണല്ലോ. ഇനി നമുക്ക് ഈ ഒരു ആപ്പ് എങ്ങനെ യൂസ് ചെയ്യുന്ന നോക്കാം. അതിനാദ്യം പ്ലേ സ്റ്റോറിൽ പോയിട്ട് YPT എന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആപ്പ് വരും, ഇൻസ്റ്റാൾ ചെയ്യാം. ഇൻസ്റ്റാൾ ചെയ്തിട്ട് സാധാരണ നമ്മൾ ആപ്പൊക്കെ യൂസ് ചെയ്യുന്നത് പോലെ, എല്ലാ ആപ്പും യൂസ് ചെയ്യുന്നത് പോലെ ജസ്റ്റ് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. മെയിൽ വെച്ചിട്ടോ നമ്പർ വെച്ചിട്ടോ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത ശേഷം ഇതാണ് ഹോമായിട്ട് വരുന്നത്. അപ്പോൾ നടുക്ക് ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ടാവും, നമ്മളത് ക്ലിക്ക് ചെയ്യണം. അപ്പോൾ ഇങ്ങനൊരു പേജ് വരും. പക്ഷേ ഇവിടെ ഗ്രൂപ്പൊന്നും ഉണ്ടാവില്ല. ഞാനിപ്പോൾ ഈ ഒരു ഗ്രൂപ്പിലൊക്കെ ഉള്ളത് കൊണ്ടാണ് ഈ ഗ്രൂപ്പൊക്കെ ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ഈ സൈഡിലായിട്ട് ഒരു പ്ലസ് ഐക്കൺ കാണുന്നുണ്ടല്ലോ, അവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ കുറേ ഗ്രൂപ്പ്സ് കാണിക്കും. നിങ്ങൾക്ക് ആ ഗ്രൂപ്പ് ഇഷ്ടമാണെങ്കിൽ അതിൽ ജോയിൻ ചെയ്യാം. അല്ലെങ്കിൽ മുകളിലൊരു സെർച്ച് ബട്ടൺ ഉണ്ട്. ആ സെർച്ച് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ഗ്രൂപ്പ് അറിയെങ്കിൽ PSCയോ UPSCയോ അതിൽ നമുക്ക് ജോയിൻ ആവാം. പേര് സെർച്ച് ചെയ്തിട്ട് ജോയിൻ ചെയ്യാം. അതല്ലെങ്കിൽ ഏതെങ്കിലും ലിങ്ക് വഴിയോ അങ്ങനെയും ഗ്രൂപ്പിൽ ജോയിൻ ആകാം. അപ്പോൾ നമ്മൾ പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ടൈമർ ഓൺ ചെയ്ത് വെച്ച് ഗ്രൂപ്പ് ഓപ്പൺ ചെയ്ത് വെച്ചാൽ നമുക്ക് ബാക്കിയുള്ളവരും പഠിക്കുന്നതും അവരുടെ ടൈമർ റൺ ചെയ്യുന്നതും കാണാൻ വേണ്ടി പറ്റും. ഈ പഠിക്കുന്നവർക്ക് മാത്രമാണ് ഈ ലൈറ്റ് കാണുന്നത്, ബാക്കിയുള്ളവർക്ക് ലൈറ്റ് ഇല്ല. എന്ന് വെച്ചാൽ അവർ പഠിക്കുന്നില്ല. ഈ കാണുന്ന പച്ച കളറുള്ള പുഴു ഉണ്ടല്ലോ, അതാണ് ഞാൻ. ഓക്കെ. പിന്നെ ഈ ഗ്രൂപ്പിന് താഴെയായിട്ട് നോക്കിയാൽ താഴത്തെ ബാറിൽ ഹോം, അറ്റൻഡൻസ്, റാങ്കിങ്, ഇൻവൈറ്റ്, ചാറ്റ് ഇങ്ങനെയുള്ള ഓപ്ഷൻസ് കാണാൻ വേണ്ടി പറ്റും. അതിൽ അറ്റൻഡൻസ് എടുത്താൽ നമുക്ക് വീക്കിലിയോ ഡെയിലിയോ മന്ത്ലിയോ ഒക്കെ നോക്കാൻ വേണ്ടി പറ്റും. ആരൊക്കെ പഠിക്കുന്നുണ്ട്, ആരൊക്കെ പഠിച്ചിട്ടില്ല എന്നുള്ളത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അതേപോലെ റാങ്കിങ് എടുത്താലും ഇന്ന് ഏറ്റവും കൂടുതൽ ആരാണ് പഠിച്ചത്, വീക്കിലി ഏറ്റവും കൂടുതൽ ആരാണ് പഠിച്ചത്, മന്ത്ലി ഏറ്റവും കൂടുതൽ ആരാണ് പഠിച്ചത്, ആ ഒരു ഗ്രൂപ്പിൽ നമ്മുടെ റാങ്ക് എന്താണെന്നുള്ളത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ചില സമയത്ത് കുറച്ച് പഠിച്ചാൽ തന്നെ ഞാൻ എന്തൊക്കെയോ പഠിച്ചു എന്നുള്ള ഒരു തോന്നൽ എനിക്ക് ഉണ്ടാവാറുണ്ട്. പക്ഷേ ഇതിൽ ടൈമർ ഓണാക്കി പഠിക്കുന്ന സമയത്ത് മറ്റുള്ളവരിടുന്ന എഫേർട്ട് കാണുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഇമ്പ്രൂവ് ആവാനുണ്ട് എന്നുള്ള കാര്യം നമുക്ക് ബോധ്യപ്പെടും. അതുപോലെ ഓരോരുത്തരുടെ ഐക്കണിൽ നമ്മൾ തൊട്ട് നോക്കുകയാണെങ്കിൽ അവർ പഠിച്ചതിൻ്റെ ഇൻഡെക്സ് വരും. അതിൽ ഓരോ മാസവും ഓരോ ദിവസവും അവർ എത്ര സമയം പഠിക്കുന്നതിന് വേണ്ടിയിട്ട് എത്ര ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നമ്മുടെയും അവരുടെയും നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ നമ്മുടെ നോക്കുന്ന സമയത്ത് നമുക്ക് എത്രത്തോളം ഇമ്പ്രൂവ് ആവാനുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. ഇതാണ് ഹോം പേജ് എന്ന് പറയുന്നത്. ഇത് എൻ്റേതാണ്. ഓക്കെ, എൻ്റെ ഇൻഡെക്സ് ആണ്. അപ്പോൾ നമ്മൾ ഒരു ദിവസം എത്ര മണിക്ക് സ്റ്റാർട്ട് ചെയ്തു, ഏതൊക്കെ സമയം പഠിച്ചു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഈ കാണുന്ന പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇന്നത്തെ ദിവസം പഠിക്കുന്നില്ലെങ്കിൽ, ഒരു ഡേ ഓഫ് ആണെങ്കിൽ അത് നമുക്ക് കലണ്ടറിൽ ഷെഡ്യൂൾ ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ അതേപോലെ നമുക്ക് ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കാം. അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. എല്ലാ കാര്യങ്ങളും ഞാൻ പറയുന്നില്ല. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, ഈ ഒരു ട്രയാങ്കിൾ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് നമ്മുടെ പഠിക്കുന്ന ടൈമർ ഓൺ ആവുന്നത്. അതിൻ്റെ അടുത്ത് തന്നെ കാണുന്ന 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് കുറച്ചധികം ഓപ്ഷൻസ് വരും. അതിൽ ഇമ്പോർട്ടൻ്റ് ആണ് ഒന്ന് ഓഫ്ലൈൻ മോഡ്. ഓഫ്ലൈൻ മോഡ് എന്ന് വെച്ചാൽ നമുക്കിപ്പം നമ്മൾ പഠിക്കുന്നത് ആരും കാണണ്ട, നമുക്ക് ആരും പഠിക്കുന്നതും കാണണ്ടെങ്കിൽ ഓഫ്ലൈൻ മോഡ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ടൈമർ റൺ ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഒരു ടൈമറായിട്ട് അതവിടെ നിന്നോളും. അതുപോലെ തന്നെ അലോ ആപ്സ് എന്ന് പറയുന്നത് ഒരു ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ഏതെങ്കിലും ആപ്പ് ബ്ലോക്ക് ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ ഈ ഒരു ആപ്പ് യൂസ് ചെയ്യുന്ന സമയത്ത് വേറെ ഏതെങ്കിലും ആപ്പ്, യൂട്യൂബ് നമുക്ക് പഠിക്കാൻ വേണ്ടി ക്ലാസ് കാണാൻ ഓപ്പൺ ചെയ്യണമെങ്കിൽ യൂട്യൂബിന് അലോ ആപ്പിൽ കൊടുക്കണം. എന്നാൽ മാത്രമേ മറ്റുള്ള ആപ്പ് ഈ ഒരു ആപ്പ് ഓപ്പൺ ചെയ്ത സമയത്ത് നമുക്ക് ഓപ്പൺ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ.
പിന്നെ ടൈമർ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എഡിറ്റ് എന്നുള്ള ഓപ്ഷന് പോയാൽ നമുക്ക് സബ്ജക്റ്റ് അവിടെ ആഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ഞാനിപ്പോൾ ഈ PSU റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ സബ്ജക്റ്റും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എഡിറ്റ് ഓപ്ഷൻ ചെയ്ത് താഴേക്ക് പോകുന്ന സമയത്ത് നമുക്ക് സബ്ജക്റ്റ് ആഡ് ചെയ്യാം, ഡിലീറ്റ് ചെയ്യാം, അങ്ങനെയുള്ള എല്ലാ ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് ഓരോ സബ്ജക്റ്റിനും ഇഷ്ടമുള്ള കളർ വീതം കൊടുക്കാൻ വേണ്ടി പറ്റും. പിന്നെ ഇതിൻ്റെ ഹോം പേജിൽ തന്നെയായിട്ട് ടൈം ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഏതൊക്കെ സമയത്താണ്, ഏതൊക്കെ സമയം മുതൽ ഏതൊക്കെ സമയം വരെയാണ് ഒരു സബ്ജക്റ്റ് പഠിച്ചത്, ഏതൊക്കെ സമയത്ത് ബ്രേക്ക് എടുത്തിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് കാണാം. പിന്നെ ഈ ഒരു ഗ്രാഫിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വീക്ക്ലി, ഡെയിലി, മന്ത്ലി പഠിച്ച കാര്യങ്ങൾ, പഠിച്ചതിൻ്റെ ഒരു ഗ്രാഫിക് റെപ്രസെൻറ്റേഷൻ, എത്ര സമയം പഠിച്ചു എന്നുള്ളതും, എപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നു, എപ്പോൾ സ്റ്റോപ്പ് ചെയ്യുന്നു, ഏത് സമയത്താണ് ബ്രേക്ക് എടുക്കുന്നത്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഒന്ന് അനലൈസ് ചെയ്യാൻ വേണ്ടി പറ്റും. ശരിക്കും പറഞ്ഞാൽ നമുക്ക് നമ്മളെ മനസ്സിലാക്കാം, നമ്മുടെ പഠനം എത്രത്തോളം ഉണ്ട് എന്നുള്ളതും എങ്ങനെ നന്നാക്കി എടുക്കാം എന്നുള്ളതും ഒക്കെ നമുക്കൊന്ന് ഓവറോൾ ഒന്ന് അനലൈസ് ചെയ്ത് മനസ്സിലാക്കാം. പിന്നെ ഒരു കുട്ടി കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഞാൻ പഠിക്കുന്ന സമയം എല്ലായ്പ്പോഴും ഇത് ഓണാക്കി വെക്കാറുണ്ടോ എന്നുള്ളത്. ഞാനിപ്പോൾ വീട്ടിലാണ്, ടാബ് എൻ്റെ കയ്യിലുണ്ടെങ്കിൽ ഞാനിത് ഓണാക്കി വെച്ചിട്ട് തന്നെയാണ് എപ്പോഴും പഠിക്കാറുള്ളത്. പിന്നെ എപ്പോഴെങ്കിലും ഏതെങ്കിലും സാഹചര്യങ്ങളിൽ എനിക്കത് ഓണാക്കാൻ തോന്നിയില്ല, ഇപ്പോൾ ഏതെങ്കിലും ബുക്കൊക്കെ എടുത്തിട്ട് ഏതെങ്കിലും വീടിൻ്റെ ഏതെങ്കിലും മൂലയിൽ പോയിരുന്ന് പഠിക്കുകയാണെങ്കിൽ ഞാനത് ഓണാക്കില്ല, അത് മൈൻഡ് ചെയ്യില്ല. പക്ഷേ മാക്സിമം ഒരു 99% ഞാനിത് ഓണാക്കിയിട്ട് തന്നെയാണ് പഠിക്കാറുള്ളത്. അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് ഈ ഒരു YPT ആപ്പിനെ പറ്റി അറിയാവുന്നത്. ഈ പ്രൊഫഷണലി ഒന്നുമല്ല ഞാനിത് ഷെയർ ചെയ്തിട്ടുള്ളത്. എനിക്കറിയും പോലെ എൻ്റേതായ ഭാഷയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു. അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ് ഗൈസ്. In the midnight glow where the stars align, we lose ourselves in the rhythm divine. Underneath the sky painted with dreams, we're chasing the echoes of silent screams. Caught in the spell of the cosmic night, we're